ഹായ് ഗുഡ് മോർണിംഗ്. ഞങ്ങൾക്കറിയാം എപ്പോൾ വന്നാലും അമ്മ ആദ്യം ഒരു ഗുഡ് മോർണിംഗ് പറയും, അത് കഴിഞ്ഞാൽ ഉമ്മ തരുന്നു. ഞങ്ങൾക്കറിയാം കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഞങ്ങൾ സ്വീകരിച്ചു പോരെ, സമാധാനമായല്ലോ. ചിലപ്പോൾ ഞങ്ങൾ സ്വീകരിക്കില്ല. ഇന്ന് ഞാനേ കടലയും പിന്നെ ഉരുളക്കിഴങ്ങും വഴുതനങ്ങയും കൂടിയിട്ടുള്ള ഒരു കറിയാണ്. അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ എന്താറിയോ? തക്കാളി, മല്ലിപ്പൊടി. ഇത് മുഴുവൻ മല്ലി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പൊടി എടുത്തത്. മുഴുവൻ മല്ലി വീട്ടിലുണ്ടെങ്കിൽ അത് എടുക്കുകയാണ് നിനക്കാളും നല്ലത്. ഇന്നിപ്പോൾ എൻ്റെ അടുത്തത് ഇല്ലായിരുന്നു, കഴിഞ്ഞു. അത് പിന്നെ ഒരു ചെറിയ സബോള, പച്ചമുളക്, ഒരു 2 സ്പൂൺ നാളികേരം, ജീരകം ഒരു നുള്ള്, പിന്നെ കറിവേപ്പില, ഉണക്കമുളക് ഒരു 6 എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു 6 അല്ലി വെളുത്തുള്ളി. ഇത്രയും നമ്മൾ വറുക്കണം. വറുത്തിട്ട് അരക്കണം. എന്തൊക്കെ കണ്ടില്ലേ? തക്കാളി, വെളുത്തുള്ളി, മുളക്, കറിവേപ്പില, ജീരകം, നാളികേരം, ഉള്ളി, പച്ചമുളക്, എന്താ പറയുക, മല്ലി. ഇത്രയും കൂടി നമ്മൾ മഞ്ഞളും കൂട്ടി അരക്കണം. വറുത്തിട്ട് അരക്കണം. ആൾറെഡി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സമയമാവില്ലേ, അതുകൊണ്ട് അത് അരച്ച് വെച്ചു. ബുദ്ധിശാലിയാണ് അമ്മ. പിന്നെ കടല ഞാൻ വേവിച്ചിട്ടുണ്ട്. സമയം ഒരുപാട് പിടിക്കില്ല. അമ്മ സമയത്തിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. കറക്റ്റായിട്ട് ചെയ്യും. അല്ല, നല്ലതല്ലേ പറഞ്ഞ്? ചിലപ്പോ പറഞ്ഞ് അമ്മ ചിലർ ചോദിക്കണ്ട, അമ്മ ജിമ്മിന് പോകണ്ടെന്ന് കയ്യിന്റെ മസിലൊക്കെ കണ്ടിട്ട് സൽമാൻ ഖാന്റെ സിസ്റ്ററെ പോലെ ഉണ്ടല്ലോ എന്ന് ഒരാള് ചോദിച്ചു. ഇതാര് സൽമാൻ ഖാന്റെ സിസ്റ്റർ ആണോ? ഈ അമ്മ മറ്റേ ഡംബൽസ് അടിക്കണ്ടെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ വല്ലതും ഉണ്ടോ അമ്മ? അല്ല, അങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സ്പൂൺ എണ്ണ ഒഴിക്കാം കേട്ടോ. പണ്ടാണെങ്കിൽ ഭീമൻ രഘുവിന്റെ സഹോദരിയായിട്ടൊക്കെ അഭിനയിക്കായിരുന്നു എന്ന്. അല്ല, അത് എങ്ങനെയാണ്? ഈ പച്ചക്കറി കഴിച്ചിട്ടുള്ള പൗഷ്ടികമായ ആഹാരം ആയതുകൊണ്ടാണോ? ആണല്ലേ? അല്ല, ചോദിച്ചാണ് കേട്ടോ. ചോദിച്ചാണ്. ആ മസാല കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? വേണ്ട, പേടിക്കും. ഞാൻ പേടിച്ച പോലെ തന്നെ അവരും പേടിക്കും കേട്ടോ. അതൊന്നും ആർക്കും കാണിക്കരുത്. എന്നാലും എങ്ങനെ ഇത് സാധിക്കണോ അമ്മ? ഈ ചെറുപ്പക്കാരൊക്കെ പോയിട്ട് ഈ കണ്ണി കണ്ട തൂക്കൊക്കെ വെയിറ്റ് ചെയ്തിട്ട് കിട്ടാത്തത് നമുക്ക് വെറുതെ അടുക്കളയിൽ നിന്നിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തതോ? ആവശ്യമില്ലാത്തതാണോ മസില്? ഇനിയെന്താ വേണ്ടത്? അതല്ലേ പറഞ്ഞു, സൽമാൻ ഖാന്റെ പെങ്ങളും ഭീമരഘുവിന്റെ അനിയത്തേക്കായിട്ട് അഭിനയിക്കായിരുന്നു. പിന്നെ അമ്മ, അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇനിയിപ്പോൾ ഈ പ്രായത്തിൽ നമുക്ക് സൽമാൻ ഖാന്റെ ഹീറോയിൻ ആവാനൊന്നും പറ്റില്ലല്ലോ, അമ്മയാവാനല്ലേ പറ്റുള്ളൂ? അല്ലേ? ഇന്നാണ് ഞാൻ ചോദിച്ചു, അമ്മ മോഹൻലാലിന്റെ അമ്മയായിട്ട് റോഡ് കിട്ടിയ അമ്മ അഭിനയിക്കണം. അമ്മ പറഞ്ഞു എനിക്കൊന്നും പറ്റില്ലടാ. അതെന്താ അമ്മ? പിന്നെ ഞാനെന്താ അത്ര വലിയ കഴിവാണോ എന്നമ്മ? അല്ല, അഭിനയത്തിന് എന്താ അമ്മ? അഭിനയത്തിന് ഇങ്ങനെയൊക്കെ ഉണ്ടോ? എന്നിട്ട് മമ്മൂട്ടിയുടെ അമ്മൂമ്മ ആവാൻ പറ്റുക പറഞ്ഞപ്പോ അമ്മ പറഞ്ഞില്ലേ, ആലോചിക്കാന്ന് പറഞ്ഞില്ലേ? അതെന്താ അങ്ങനെ പറഞ്ഞേ? അതെന്താ അങ്ങനെ പറഞ്ഞേ? അമ്മേനെക്കാട്ടിലും പ്രായം കൂടുതലില്ല അമ്മമ്മയ്ക്ക്. അല്ല, ചോദിച്ചത് മാത്രാട്ടെ. ഈ അഭിനയത്തിന് അങ്ങനെ പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ല അമ്മ. ഇതിൻ്റെ ഇടയ്ക്ക് വേറൊന്ന് ചോദിച്ചു കേട്ടോ. ഇത് അമ്മയും മകനാണോ സഹോദരനാണോ എന്ന്? എൻ്റെ അമ്മയുടെ ഫോട്ടോ കണ്ടിട്ട് ഞാൻ അമ്മേൻ്റെ സഹോദരനാണ്, അമ്മേൻ്റെ ചേച്ചിയായിരുന്നു. അങ്ങനെയൊന്നും വിചാരിച്ച അമ്മ സന്തോഷിക്കണ്ട കേട്ടോ. ഇതൊക്കെ ഞാൻ വെറുതെ ചുമ്മാ പറയണതാണ്. ഇതൊക്കെ കേട്ടിട്ട് അമ്മ ഒരുപാട് അങ്ങനെ സന്തോഷിക്കണം. അങ്ങനെ ആരെങ്കിലും ചോദിക്കും അമ്മ? അപ്പം അമ്മ ചിരിച്ചല്ലോ. അല്ല, ഇത്രയും പ്രായം കുറവെന്ന് പറയുമ്പോൾ എന്താ അത്ര ചിരിച്ച കുഴപ്പമെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടാവും. അമ്മ ഏജ് എന്ന് പറയുന്നത് വെറും ജസ്റ്റ് ഒരു നമ്പറാണ്. നമുക്ക് കേട്ടിട്ടില്ല. നമുക്ക് നമ്മുടെ മനസ്സിൽ സന്തോഷവും ഇല്ലത് കൊണ്ട് സന്തോഷിക്കാനൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഏജ് എന്ന് പറയുന്നത് വെറും ഒരു നമ്പർ, വെറും ഒരു കള്ള നമ്പർ. അത് ആര് പറയണത്, ആരറിയണത്?
നമ്മുടെ ബർത്ത് ഓഫ് ഡേറ്റ് ഒന്നും കാണിച്ചു കൊടുത്തില്ലെങ്കിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നമുക്ക് ഇത്ര വയസ്സായി എന്നുള്ളത്? നമ്മുടെ വയസ്സൊക്കെ നമ്മുടെ നിയന്ത്രണത്തിലാണ്. നമ്മളെന്നും സന്തോഷമായിരുന്നു. അതന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആരോഗ്യം. ഒരു ജിമ്മും ചെയ്യേണ്ട, ഒരു എക്സസൈസ് ചെയ്യേണ്ട, ഓടും വേണ്ട, ചാടും വേണ്ട, നടക്കാൻ പോകും വേണ്ട, ഒന്നും വേണ്ട. മനസ്സ് ഉദ്ദേശിച്ചുകൊണ്ട് സന്തോഷമായിരുന്നു. ഒരു ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാൻ ഒരു നിയമമുണ്ട്. എങ്ങനെ പറയും? ഭക്ഷണത്തിന് നമ്മൾ മരുന്ന് പോലെ കഴിച്ചാൽ മരുന്നിനെ ഭക്ഷണം പോലെ കഴിക്കേണ്ടില്ല. അതന്നെ. അപ്പോൾ ലിമിറ്റേഷൻ ഭക്ഷണത്തിൽ എന്നും ഉണ്ടാവണം. ആ ലിമിറ്റേഷൻ ഭക്ഷണത്തിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ചെയ്യുന്ന പണി തന്നെ മതി. രാവിലെ എണീച്ച് ഓടുക, നടക്കുക, ചാടുക ഒന്നും വേണ്ടി വരില്ല. ആരോഗ്യം അങ്ങനെ സ്റ്റേബിളായിട്ട് പോയിക്കൊണ്ടേ ഉണ്ടാവും. മനസ്സിലായില്ലേ? നമ്മൾ എടുക്കുന്ന പണി തന്നെ മതി നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ. പക്ഷേ ഭക്ഷണം കാണുമ്പോൾ ഞാൻ കമന്നെടുത്ത് വീടെടുത്ത് ഇത് ഇന്നേ കഴിക്കാൻ പറ്റുള്ളൂ, നാളെ എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്ന ചിന്ത ഒരു മനുഷ്യനും വരരുത്. ഒരു കുറേശ്ശെ കഴിക്കുമ്പോൾ ആ ഒരു പിടി ചോറ് കൂടുതൽ ഉണ്ണാമല്ലോ എന്നുള്ള ചിന്തയും കൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് നല്ലത്. ആവശ്യത്തിന് കൂടുതൽ ഒരു വെള്ളം നിറച്ച കുടത്തിൽ കൊള്ളുമോ? തുളുമ്പി പോണ പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ അത് ചേരത്തില്ല. ആവശ്യത്തിന് ചേർന്നാൽ മാത്രമേ ഏതൊരു ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ പിടിക്കുള്ളൂ, ആരോഗ്യമായ ശരീരം ഉണ്ടാവുള്ളൂ അല്ലേ? അല്ലാണ്ട് കൂടുതൽ വാരിക്കോരി തിന്നു കഴിഞ്ഞാൽ അതൊന്നും ഉണ്ടാവില്ല. എന്നിട്ടാണ് അമ്മ എപ്പോഴേലും ഭക്ഷണം കഴിക്കുമ്പോൾ എന്നോട് പറയണത്, എന്താണ് ഈ ഭക്ഷണം കഴിക്കണത്? ഒരു പിടി കൂടി അമ്പുവിനോട് ചോദിച്ചു. അമ്പു എന്ന് പറഞ്ഞ അമ്മേന്റെ ഷോർട്ട് ഫോം അമ്പു. അമ്മപ്പോ ഞങ്ങളൊക്കെ അല്ലമ്മ നിക് നെയിമിൽ നമ്മളൊക്കെ വിളിക്കാറില്ലേ? അപ്പൊ അമ്മേനെ വിളിക്കാൻ പാടില്ല. അമ്മയ്ക്ക് പിന്നെ ഈ പേരിന് പിന്നെ എന്ത് പേരാ ഞാൻ വിളിക്കുക ഷോർട്ടായിട്ട്? അല്ല, അമ്മയ്ക്ക് നമ്മുടെ അച്ഛനും അമ്മയും പേര് വയ്ക്കുമ്പോൾ ഒരു വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അംബുജം എന്നൊരു പേര് വയ്ക്കും. അതങ്ങനെ ആദ്യം ഒരു അഹങ്കാരം, അവസാനം ഒരു അഹങ്കാരം, ഗഡുവക്ക് അംബുജം. അല്ല പറയുമ്പോ ആകെ ഒരു ബഹുവചനം കൊണ്ട് തന്നെ അവസാനിക്കുന്ന ഒരു പേരായിപ്പോയി. നോക്ക്, അംബുജം. അവിടെ ഒരു സരളത ഇല്ല. പക്ഷെ പേരിന്റെ അർത്ഥത്തിൽ സരളതയുണ്ട്, പറയുമ്പോ സരളതയില്ല. എന്താ പേര് എന്ന് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ എന്താ പറയുക? അംബുജം എന്ന് പറയുമ്പോൾ അംബുജം. ഒരു ഗം ഇല്ലേ? ഒരു ഗമ. പക്ഷെ അന്നത്തെ 60s 70s അവസാനിപ്പിച്ച പേര് പിന്നെ ആരും വെച്ചിട്ടില്ല. അതെന്താന്ന് എനിക്കറിയില്ല. ഗോൾഡാണ്. പക്ഷെ എല്ലാ ഗോൾഡും ഗോൾഡാണോ? അതാണെന്ന് പറയും അമ്മ. അപ്പൊ അമ്മ പറയും, എടാ ഗോൾഡ് ഇസ് ആൾവേസ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ അമ്മ അതിന് ഉദാഹരണം പറയും അല്ലേ? എന്തൊക്കെയാണ് ഗോൾഡിൽ ഏറ്റവും ഗോൾഡ് ആയിട്ടുള്ളത്? ഒന്ന് പറയാമോ? എല്ലാം. ഇതിന് മസാലയുടെ മണം ഇപ്പൊ തന്നെ വരാൻ തുടങ്ങിയല്ലോ. ഇപ്പോ നമ്മുടെ സൊസൈറ്റിയിലമ്മ സ്വാഭാവികമായിട്ട് നടന്നുകൊണ്ടിരിക്കണം. ഈ സ്വാഭാവികം എൻ്റെ വായിൽ വന്നു പോയിട്ട് അതിന് ഞാൻ കുറ്റം പറയരുത്. അപ്പോൾ നടന്നുകൊണ്ടിരിക്കണം, എന്നും നടന്നുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇനി മുന്നോട്ടും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പോൾ നമ്മുടെ മകൻ ഒരു മകളിനെ കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചോളൂ. അല്ല, ഒരു മകളിലല്ല, സോറി, ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ ജീവിച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ മകൻ ചോദിക്കുകയാണ്, നിനക്ക് നിൻ്റെ അമ്മേനെയാണ് ഇഷ്ടം അത് എന്നെയാണ് കൂടുതൽ ഇഷ്ടം? അവിടെ അമ്മേനെയാണ് വെക്കുക. അവിടെ എവിടെയും പണയം വെക്കുന്ന ഒരു വസ്തു ആരാണ് എന്ന് പറഞ്ഞിട്ട് അതാ അമ്മ തെറ്റിദ്ധരിക്കരുത്. അമ്മേനെ ഞാൻ കൊണ്ടുപോയിട്ട് വല്ല മണപ്പുറത്തോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി പണയം വെക്കാനൊന്നും ഉദ്ദേശിച്ചില്ല. പണയം ഒരു ഉദാഹരണം മാത്രമാണ്. അപ്പോൾ ഈ അമ്മ എന്ന് പറഞ്ഞ വസ്തുവിന് നമ്മൾ എവിടെ വേണേലും കൊണ്ടുപോയി പണയം. അമ്മ പേടിക്കില്ലേ? അമ്മേനെ കൊണ്ടുപോയി വെക്കില്ലേ? അമ്മ അമ്മേനെ ആരെങ്കിലും കൊണ്ടുപോയി പണയം വെക്കുമോ? അതന്നെ, അതാണ് എന്താ ദേഷ്യം വരാത്തതെന്ന് ഞാൻ നോക്കണം. അപ്പോൾ മനുഷ്യൻ വാക്കിലൂടെ പലവട്ടം പണയം വെക്കുന്ന ഒരേ ഒരു വസ്തു എന്താ അറിയാം നമുക്ക് ലോകത്ത്? അത് അമ്മയാണ്. എന്താ അറിയോ? ഞാനൊരു സത്യം പറയുകയാണ്, അപ്പോൾ ഞാൻ പറയും അമ്മയാണ് സത്യം. ഒരാളൊരു നുണ പറയുകയാണ്, ആ നുണ മറ്റുള്ളവൻ വിശ്വസിക്കണം പറഞ്ഞാൽ എൻ്റെ അമ്മയാണ് സത്യം. അതുപോലെ തന്നെ ഒരു ഭാര്യയോട് ഭർത്താവ് ചോദിക്കുകയാണ്, കാരണം ഈ ഭൂമിയിൽ ആ പെൺകുട്ടിയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സ്വാഭാവികമായിട്ടും അവൻ്റെ അമ്മേനായിരിക്കുമല്ലോ. അപ്പോൾ നിനക്ക് നിൻ്റെ അമ്മേനെയാണോ കൂടുതൽ ഇഷ്ടം എന്നെയാണോ കൂടുതൽ ഇഷ്ടം? അപ്പോൾ ആ കുട്ടി ഇങ്ങനെ കിടന്നിങ്ങനെ അയ്യോ എന്താ പറയുക? അപ്പോൾ ഇയാളിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയും എൻ്റെ ഭർത്താവിനെയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഭർത്താവ് വീണ്ടും ചോദിക്കും സത്യം ചെയ്യും. അപ്പോൾ പറയാം എൻ്റെ അമ്മയാണ് സത്യം. എന്നാര്? ആ പെൺകുട്ടി. കേട്ടോ,
ഈ അമ്മ എന്ന് പറയുന്ന സാധനം എത്ര പ്രാവശ്യം സത്യം ചെയ്തിട്ട് തൊലഞ്ഞു പോയിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്ക്. അതാണ് ഈ അമ്മമാർ തോന്നുന്നത് ഏതെങ്കിലും വീട്ടിൽ 4 ചുമൻ്റെ ഉള്ളിൽ വെറുതെ ദുഃഖിച്ചു കൊണ്ടുണ്ടാവും. പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉള്ളവനെ വിചാരിച്ചിട്ട് ചിലപ്പോൾ ഇല്ലാത്തവനെ വിചാരിച്ചിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചിട്ട് ചെറിയൊരു ദുഃഖമില്ലാത്ത ഒരു അമ്മമാരും ലോകത്തുണ്ടാവില്ല. എന്തെങ്കിലും സംതിങ് ഇതെനിക്കില്ലാണ്ട് പോയി അതെനിക്കില്ലാണ്ട് പോയി എന്നൊരു ദുഃഖം ഒരു അമ്മയ്ക്ക് എന്നും ഉണ്ടാവും. അതെന്തിനറിയോ? ഈ മക്കൾ മുഴുവനും വന്നവരും പോയവരും മുഴുവനും തലയിൽ ഈ പറയില്ലേ എന്താ പറയുക, പോണ വഴിക്ക് ഒരു ഹൈവേ റോഡുണ്ട്, ആർക്ക് വേണമെങ്കിലും സഞ്ചരിക്കാൻ വണ്ടി കൊണ്ട് പോകുക. അവിടെ ആരും നമുക്ക് നിബന്ധനയൊന്നുമില്ല, നിങ്ങൾ മാത്രമേ വരാൻ പാടുള്ളൂ, ഇന്ന ആൾക്കാർ വരാൻ പറ്റാന്നൊന്നുമില്ല. നമ്മുടെ രാജ്യത്ത് ഒരു ഹൈവേ റോഡ് പോലെ പാവയെ അമ്മേനാക്കി വെച്ചിരിക്കണം, പ്ലാസ്റ്റർ പോലെ അങ്ങോട്ട് ഒട്ടിക്കും. എങ്ങനെ അറിയാം? അതേപോലെ ഒരു ഭർത്താവിൻ്റെ അടുത്ത് ഭാര്യയും ചോദിക്കും, അല്ല നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ അമ്മയാണല്ലോ കൂടുതൽ ഇഷ്ടം, യഥാർത്ഥത്തിൽ എന്നെയല്ലേ ഇഷ്ടപ്പെടേണ്ടത്, ജീവിത അവസാനം വരെ ഞാനല്ലേ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവുക, അപ്പോൾ നിങ്ങളല്ലേ സ്വാഭാവികമായിട്ട് എന്നെയല്ലേ ഇഷ്ടപ്പെടുന്നത്. നിങ്ങളുടെ അമ്മയൊക്കെ ഏതാ പറയുമ്പോഴേക്കും തട്ടിപ്പോവും. അവർക്കൊക്കെ ഏതാണ്ട് ഇത്ര വയസ്സായി, ഇനി കുറച്ച് കാലം കൂടി കഴിഞ്ഞ് നിങ്ങളുടെ അമ്മയൊന്നും ഉണ്ടാവില്ല കേട്ടോ, നിങ്ങളുടെ മുഴുവൻ കാര്യങ്ങൾ നോക്കാൻ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കാരണം അമ്മ കഴിഞ്ഞു, അമ്മയുടെ ആ സീസൺ കഴിഞ്ഞു, അമ്മയുടെ പീരീഡ് ഓഫായി പോയി. നിങ്ങൾ പ്രീ ഡിഗ്രിയിലല്ല ഇപ്പോൾ പഠിക്കുന്നത്, ഇപ്പോൾ ഡിഗ്രിയിലാണ്. അതുപോലെ നിങ്ങളിപ്പോൾ സ്നേഹിക്കേണ്ടത് ഏറ്റവും കൂടുതൽ എന്നെയാണ്. ആ അമ്മ എന്ന് പറയുന്നത് അവിടെ പേരിനവിടെ വെച്ചാൽ മതി, എൻ്റെ കാര്യത്തിന് പ്രാധാന്യം കൊടുത്താൽ മതി എന്ന് പെണ്ണും പറയും. അപ്പോഴും ശരി അങ്ങനെ തന്നെയാണ് മോളു, നിന്നെ തന്നെയാണ് മോളു എനിക്കിഷ്ടം, നീ എന്ത് വർത്താനാണ് പറയണത്, കല്യാണം കഴിക്കുന്ന പേര് അമ്മ, കല്യാണം കഴിഞ്ഞാൽ മോളുമാണ് എന്ന് പറയും. പറയൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പെണ്ണ് ചോദിക്കും, സത്യം ചെയ്യൂ പറയും, അമ്മയാണ് സത്യം. ഈ അമ്മ എന്ത് പാവം ചെയ്തെന്ന് നമുക്കറിയോ? ഈ പെണ്ണിൻ്റെ അമ്മയാണോ ആണിൻ്റെ അമ്മയാണോ ചെയ്ത ഒരേ ഒരു പാവം എന്താ നമുക്കറിയോ? ഈ മക്കളെ പ്രസവിച്ചു എന്നുള്ള പാവം തന്നെയാണ്. കാരണം അവർ ദൈവത്തിനൊന്ന് തൊട്ട് സത്യം ചെയ്യാൻ ചെറുതായിട്ട് പേടിക്കും. ദൈവകോപം വന്നാലോ, ഭാവിയിൽ എൻ്റെ ഫ്യൂച്ചർ നഷ്ടപ്പെട്ടാലോ, ദൈവകോപമിട്ട് വന്നിട്ട് എനിക്ക് നാളെ നടക്കാൻ പോണ കാര്യങ്ങൾ ഇന്ന് നടക്കാണ്ടായാലോ എന്നുള്ള പേടി കൊണ്ട് ഇതിനിപ്പോൾ എന്ത് സത്യം ചെയ്താലും ഞങ്ങളെ ശപിക്കില്ല, ഒന്നുമില്ല. അപ്പോൾ അതിനങ്ങോട്ട് സത്യം ചെയ്യാവുന്ന സത്യം ചെയ്യും. നാളെ അമ്മ അറിയാണ് സത്യം ചെയ്തു എന്നുള്ളത്. അമ്മ എന്താ നിങ്ങളുടെ മകണ്ടല്ലോ, നിങ്ങളുടെ തലയിൽ സത്യം ചെയ്തിട്ടാണ് എൻ്റെ അടുത്ത് നുണ പറഞ്ഞു പറയുമ്പോൾ അമ്മ പറയും, പാവം ദൈവമേ എൻ്റെ മകനെ പൊറുക്കണേ. ആ ഒരു സംഭവം ഉണ്ടല്ലോ, എൻ്റെ മകനെ പൊറുക്കണേ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതിലാണ് പിടിച്ചു കയറുന്നത് ഓരോ മക്കളും. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ സ്നേഹിക്കുന്ന മക്കൾ സ്നേഹിക്കാത്ത മക്കളും അമ്മ വിശ്വസിക്കും. എങ്ങനെ അറിയാം? അമ്മയുടെ വിശ്വാസം ഒരു വല്ലാത്ത വിശ്വാസമാണ്. എങ്ങനെ വിശ്വസിക്കറിയോ? സ്നേഹിക്കുന്ന മക്കൾ അമ്മേനെ പൊന്നുകൂടെ നോക്കും, സ്നേഹിക്കാത്ത മക്കൾ അതേപോലെ പൊന്നു സൂചി കൊണ്ടുപോയില്ലേ, എവിടെ വീണ് കഴിഞ്ഞാൽ പൊന്നിൻ്റെ സൂചിയാണല്ലോ, സംഭവം കൈക്കുത്തേ മുറിയുന്നുണ്ടെങ്കിൽ പൊന്നിൻ്റെ സൂചിയാണല്ലോ, അതിനെ സൂക്ഷിച്ച് കൊണ്ടുപോകും. ഒരു ബോക്സിലൊക്കെ ആക്കി അലങ്കാര പെട്ടിയിലാക്കിയിട്ട് നേരെ കൊണ്ടുപോയിട്ട് അനാഥാശ്രമത്തിൽ കൊണ്ടുപോയി വിടുമ്പോൾ എന്തു പറയാ അറിയോ? അമ്മേ ഇങ്ങോട്ട് നോക്കമ്മേ, അമ്മ ഒന്ന് ഇങ്ങോട്ട് നോക്കൂ, ഞാനൊന്നും കൊണ്ടേ വിടില്ല, എന്നെ പിന്നെ അതൊന്നും ആലോചിച്ചിട്ട് കുറ്റം പറയരുതമ്മ, ഞാൻ എന്നെ അങ്ങോട്ട് പോകേണ്ടി വന്നാൽ എൻ്റെ അമ്മേനെ കൊണ്ടുപോയില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ആരും പോകേണ്ടി വരാതിരിക്കട്ടെ ഒരു അമ്മമാർ, എന്നാലും പറയാ അമ്മ അങ്ങനെ നോക്കുമ്പോൾ ഒരു കള്ളനോട്ടം നോക്കണ്ട, ഒരിക്കലും ഇല്ലമ്മ. കേക്ക്. അപ്പം അമ്മേനെ കൊണ്ടുവരാൻ അനാഥാലയത്തിലാക്കുമ്പോൾ മകനൊരു നുണ പറയും. എങ്ങനെ അറിയാം? അമ്മേ എൻ്റെ സാഹചര്യം ഭയങ്കര മോശാട്ടമ്മേ, അത് കാരണം കൊണ്ടാണ് ഞാൻ ഈ അനാഥാലയത്തിൽ കൊണ്ടുപോയി വിടുന്നത്. കാരണം എൻ്റെ ഭാര്യയ്ക്കും അമ്മേനെ താല്പര്യമില്ല, എൻ്റെ മക്കൾക്കും അമ്മേനെ താല്പര്യമില്ല, എനിക്കുള്ള സമ്പാദ്യം മുഴുവൻ അവരെ നോക്കാൻ എന്നെ തയ്യില്ല അമ്മേ, ഇവിടെ ഞാൻ എന്തെങ്കിലും കൊടുത്തോളാം, ഇടയ്ക്കിടയ്ക്ക് വന്ന് അമ്മേനെ കണ്ടോളോട്ടാന്ന് പറയുമ്പോൾ അമ്മ പോയി വാട്ട മോനെ, ഒരു കുഴപ്പമില്ല, 4 ചുമരൊക്കെ ഉണ്ടല്ലോ, കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഞാനിവിടെ എങ്ങനെയെങ്കിലും ഒതുക്കി കഴിഞ്ഞോളാട്ടോ, മോൻ പൊക്കോ, മോന് നല്ലത് വരട്ടെ വന്നിട്ട് അനുകരിക്കും. അപ്പോഴും മകൻ പറയും, അമ്മ ഞാനിതൊക്കെ പറയണമെന്ന് നുണയല്ല കേട്ടോ, അമ്മയാണ് സത്യം. അങ്ങനെ പറയും. ഇനി അമ്മ നാളെ പോയി എന്ന് വിചാരിച്ചോളൂ, അമ്മ ഈ ഭൂമിയിൽ തന്നെ ഇല്ല, അമ്മ ചത്തുപോയി എന്ന് വിചാരിച്ചോളൂ, അപ്പോഴും ആരെങ്കിലും വന്നിട്ട് തന്നെ പ്രശ്നം നടക്കാൻ പറയും, ഇതേ ചത്തുപോയ എൻ്റെ അമ്മയാണ് സത്യം എന്ന്. ചത്താലും വിടാത്തൊരു ജന്മമാണ് അമ്മ. എന്തിനാണ് ഈ അമ്മേനെ ഇങ്ങനെ മുറുക്കി പിടിച്ചെടുക്കുന്നത്? ഈ മാഗ്നറ്റിന് മുമ്പത്ത് കാന്തം പിടിക്കുന്ന പോലെ ഈ മക്കൾ മുഴുവൻ ചത്താലും കൂടെ വിടില്ല, മരിച്ചിട്ട് ഫോട്ടോയിലായി ഉണ്ടാവും ചില അമ്മമാർ. അപ്പോൾ ഒരു വലിയ നുണ പറയുമ്പോൾ പറയും അമ്മയാണ് സത്യം, ഒരു വലിയ സത്യം പറയുമ്പോൾ പറയും അമ്മയാണ് സത്യം. അതെങ്ങനെ അറിയാം? ഉപ്പില്ലാണ്ട് പാചകമില്ല എന്ന് പറയുന്ന പോലെ അമ്മ ജീവിച്ചിരിക്കുമ്പോഴും അമ്മ നിർബന്ധമാണ്, അമ്മ മരിച്ചാലും അമ്മ നിർബന്ധമാണ്. അമ്മ എന്ന് പറയണത് എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലും ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും അമ്മ എന്നുള്ള പേര് വന്നേ വരും. നമ്മൾ സത്യം ചെയ്യുമ്പോൾ എല്ലാവരും അച്ഛനാണ് സത്യം, ഏട്ടനാണ് സത്യം, അനിയത്തിയാണ് സത്യം, അമ്മൂമ്മയാണ് സത്യം, അപ്പൂപ്പനാണ് സത്യം പറഞ്ഞാൽ ആ സത്യത്തിനെ ആരും വിശ്വസിക്കില്ല. അച്ഛനാണ് സത്യം എന്ന് പറഞ്ഞാൽ പിന്നെ വിശ്വസിക്കും. പക്ഷെ എല്ലാവരും എടുത്ത് പറയുന്ന ഒരു പേര് അമ്മയാണ് സത്യം എന്നാണ്. കാരണം അമ്മയാണ് സത്യം എന്ന് പറയുന്ന വാക്കിനൊരു വിലയുണ്ട്, അമ്മ എന്ന് പറഞ്ഞ വാക്കിനൊരു വിലയുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇന്നും മനുഷ്യൻ എന്ന വ്യാപാരം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പച്ചക്കറി കടകളുടെ വ്യാപാരം പോലെ അല്ലാത്ത മനുഷ്യൻ്റെ ജീവിത വ്യാപാര ഒരു ത്രാസിൽ എന്നും തൂക്കി വയ്ക്കുന്ന ഒരു വസ്തുവുണ്ട്,
ആർക്കും വേണ്ടാണ്ട്. ആ തളാസ് എപ്പോഴും ഇങ്ങനെ താന്ന് കിടക്കുന്നുണ്ടാവും. അതിൻ്റെ പേരാണ് അമ്മ. കാരണം അവിടെ ഒരാൾ വന്നിട്ട് 1 കിലോൻ്റെ വെച്ചിട്ട് പറയും, എൻ്റെ അമ്മ അപ്പുറത്തുണ്ട്, ഇതാണോ വലുത് അതാണോ വലുത്. അപ്പോൾ പറയും ഇതന്നെ വലുത്, സത്യം ചെയ്യും. അപ്പുറത്തെ താന്ന് കിടക്കണം അമ്മയുടെ മണ്ടയ്ക്ക് വീണ്ടും ഒരു സത്യം. അമ്മ വീണ്ടും തക്കടിന്ന് താഴെ വീണ് നിലത്ത് വീണ് ഉരുണ്ടു. അപ്പോൾ ജീവിതകാലം മുഴുവൻ ഈ അമ്മ ഒരു കളിപ്പാട്ടമായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറിക്കൊണ്ടിരിക്കുന്ന കളിപ്പാട്ടമായ അമ്മമാർ ചെറുപ്പത്തിൽ ഈ മക്കൾ ജനിക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു, മക്കൾ ജനിച്ച ശേഷം എങ്ങനെയായിരുന്നു, 2 വാക്യം കൊണ്ട് ഒരു അമ്മയ്ക്ക് പറയാൻ പറ്റുമോ? കാരണം അങ്ങനെ ഞാൻ ചോദിക്കണ്ടെങ്കിൽ ഇന്നത്തെ ഒരു തലമുറ എങ്ങനെയും ചോദിക്കുന്നുണ്ട് കേട്ടോ. ഒരു കുട്ടിയോട് പോയിട്ട് വെറുതെ ചോദിക്കുകയാണ്, പ്രസവിക്കുന്ന കാര്യമൊക്കെ എങ്ങനെയാണ്, നിങ്ങൾ മിണ്ടരുത്, നിങ്ങൾക്കറിയില്ല, ഞാൻ ഗൂഗിളിൽ നോക്കി, പ്രസവിക്കണ അമ്മ പറഞ്ഞ പോലെ അല്ല, അതിനെക്കാട്ടിലും വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അമ്മ എന്താ അത് കുട്ടി പറയണത്, ഞാൻ 3 എണ്ണം പ്രസവിച്ചു. നിങ്ങൾ പ്രസവിച്ച കാലമല്ല, ഇന്നത്തെ കാലം വേറെയാണ്. ഗൂഗിളിൽ പറയണാണോ വലുത്, നിങ്ങൾ പറയണാണോ വലുത്? അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് അല്ല വലുത്, ഗൂഗിളാണ് വലുത്. അപ്പോൾ വീണ്ടും ഇത് ഞാൻ പറയണ വെറുതെ അല്ല കേട്ടോ, നിങ്ങളെ പറഞ്ഞ് സത്യം ചെയ്ത് പറയില്ല, അവർക്കൊരു അമ്മയുണ്ടാവും. എൻ്റെ അമ്മയാണ് സത്യം. ഈ ലോകത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ആദ്യം കാണുന്നത് അമ്മയാണ്, അവസാനം വേറെ. അമ്മ ഈ ഭൂമി വിട്ട് പോയാലും സമാധി ആയാലും സത്യം ചെയ്ത് കൊന്നുകൊണ്ടുണ്ടാവും. അവിടെ എവിടെയെങ്കിലും സ്വർഗത്തിലിരുന്നിരിക്കണം നോക്കുമ്പോൾ തലയിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു മുഴ വന്നിങ്ങനെ വീങ്ങുണ്ടാവും. എന്താണെന്ന് ചോദിക്കുമ്പോൾ അടുത്തത് ഒന്നുമില്ല, അത് എൻ്റെ മക്കൾ എന്നെ സത്യം ചെയ്യണ പറയില്ലയോ. അപ്പോൾ അമ്മയാണ് സത്യം. ഉണ്ട് നമ്മുടെ ബാലചന്ദ്ര മേനോൻ്റെ. അപ്പോൾ എന്താണ് ഈ അമ്മ എന്ന 2 വാക്കും കൊണ്ട് ഒരമ്മയ്ക്കേ പറയാൻ പറ്റുള്ളൂ. ലോകത്ത് ഏത് അമ്മയ്ക്കും പറയാൻ പറ്റും. എൻ്റെ അമ്മയ്ക്ക് നല്ല ലോകത്ത് വഴി കൂടെ പോകണ ഒരു അമ്മേനോട് ചോദിച്ചാൽ അമ്മ യഥാർത്ഥ അമ്മ എന്താണ്, അമ്മയുടെ അനുഭവം എന്താണ്, ഒരു കരുവിലൊരു മക്കളുണ്ടാവുമ്പോൾ, ആ മക്കൾ ഭൂമിയിലേക്ക് വരുമ്പോൾ, ആ മക്കൾ വളർന്ന് വലുതാവുമ്പോൾ ഒരു അമ്മയ്ക്കൊരു ഫീൽ ഉണ്ടാവുമല്ലോ. ആ ഫീൽ എല്ലാവർക്കും അറിയുന്നതാണെങ്കിലും ഒരു അമ്മ ആ ഫീൽ പറയുമ്പോൾ പ്രത്യേകം എങ്ങനെ അറിയോ, ഒരു സദ്യ കഴിച്ചതിന് ശേഷം പായസം കഴിച്ചതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവും. ആ മെസ്സേജ് എല്ലാ അമ്മമാർക്കും പറയാൻ പറ്റും. എൻ്റെ അമ്മയ്ക്ക് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. ചെറുപ്പത്തിൽ കല്യാണമൊക്കെ കഴിഞ്ഞു, എല്ലാവരും അമ്മേനെ പോലെ ചെറുപ്പത്തിൽ കല്യാണം കഴിക്കില്ല. ചെറുപ്പത്തിൽ കല്യാണ പ്രായത്തിൽ, പ്രായം കഴിഞ്ഞിട്ടല്ലമ്മ, കല്യാണ പ്രായത്ത്. ആ നേരം പൊട്ടിപ്പോവും. അമ്മയാവെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ എന്താ പറയാ, ആദ്യത്തെ അമ്മയാവണ ആ സമയം, ആദ്യത്തെ അത് മറക്കരുത് കേട്ടോ അമ്മ, ആദ്യത്തെ അമ്മയാവണ സമയം മറക്കരുത്. സമയല്ലേ ആ പെണ്ണിനൊരു എന്തോ ഒരു ബഹുമതി എന്തോ കിട്ടുക പോലെയാണ്. ഒരു എന്താ പറയുക, എല്ലാവരും അമ്മയാവാണ്, എൻ്റെ മോള് അമ്മയാവാണ്, എൻ്റെ മരുമകൾ അമ്മയാവാണ്, എൻ്റെ ഭാര്യ അമ്മയാവും, അങ്ങനെ ഭയങ്കര. എൻ്റെ അനിയത്തി അമ്മയാവാണ്, എൻ്റെ ചേച്ചി അമ്മയാവാണ്. ആ അമ്മയാവാണ് എന്നുള്ള ഒരു എന്താ പറയുക, ഒരു റെസ്പെക്ട്ഫുള്ളായിട്ട് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എന്തോ ഒരു കുളിരാണ്. ഞാൻ എന്തോ ഒരു ദേവിയാവാൻ പോവാ, ഞാൻ എന്തോ ഒരു സ്ഥാനത്തെത്തി എന്നുള്ളത് തോന്നാം. എത്ര ചെറുപ്പാണെങ്കിലും ഇനിയിപ്പോൾ എല്ലാ വിവരമുള്ളതാണെങ്കിലും ഏത് പ്രായത്തിലാണെങ്കിലും അമ്മ ആദ്യമായിട്ട് അമ്മയുള്ള സമയത്ത് ഇതൊക്കെ കേൾക്കുമ്പോൾ ആ പെണ്ണിന്റെ മനസ്സിൽ ഒരു ഭഗവതിയുടെ ഫീൽ, എല്ലാവരും ദൈവത്തിന്റെ സ്ഥാനത്ത് കാണും. അതുപോലെ ഓരോരോ മാസം കഴിഞ്ഞൊരു അത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത്, നമ്മുടെ ഭയങ്കര കരുതലോടെയൊക്കെ നോക്കുമ്പോൾ നമ്മൾക്ക് എന്തോ ഒരു പട്ടം കിട്ടി. ഇതേവരെ നമ്മുടെ ജീവിതത്തിൽ കിട്ടാത്തൊരു അത്രയും ശ്രദ്ധ എല്ലാവരും തരും. അതിനിപ്പോ എത്ര നമ്മളെ ഇനിയിപ്പോ വെറുക്കുന്ന ആൾക്കാരാണെങ്കിലും കൂടി അയ്യോ ഒരു ഗർഭിണിയല്ലോട് എന്നുള്ള ഒരു റെസ്പെക്ട് അവരുടെ മനസ്സിൽ നമ്മളെ കുറിച്ചൊരു എന്താ പറയാ ഒരു കരുതൽ ഉണ്ടാവും. ഇങ്ങനത്തെ ആൾക്കാർ ഒരു ഗർഭിണി സ്ത്രീയെ കാണുമ്പോൾ നമ്മളിനിപ്പോ എത്ര ശത്രുക്കളാണെങ്കിലും കൂടി നമ്മൾ അവരുടെ ഒന്ന് തൊഴുകാൻ തോന്നുന്നു, മനസ്സുകൊണ്ടൊന്ന് നമുക്ക് റെസ്പെക്ട് കൊടുക്കാൻ തോന്നും. ഒരു ബസ്സിൽ കയറി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അയ്യോ എന്ന് തോന്നും, അതുപോലെ നടന്നു പോകണം അയ്യോ നടന്നു പോകണ്ടല്ലോ എന്നൊരു ഫീല്. ആ പെണ്ണിന്റെ മനസ്സിൽ അവിടെ എന്തോ ഒരു മഹത്തരമായ ഒരു സ്ഥാനം അവൾക്ക് കിട്ടി എന്നുള്ള ഒരു തോന്നൽ ആദ്യം ഉണ്ടാവും. പിന്നെ ഒരുപാട് വേദനകളും ചിലപ്പോൾ ഛർദിയായിരിക്കും, തലചുറ്റലായിരിക്കും, അങ്ങനെ ഒരുപാട് 9 മാസം കഴിയുന്ന വരെ ദിവസം ഓരോരോ പ്രോബ്ലംസ് ഉണ്ടാവുമല്ലോ. ഉള്ളിൽ കിടക്കുന്ന എന്നെ പോലത്തെ കുട്ടിച്ചാത്ത ചിലപ്പോൾ കുറെ ചവിട്ടി ഉണ്ടാവും, അത് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. ശരിയാണോ? അതൊക്കെ ഉണ്ടെങ്കിലും കൂടി അതൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റും. കാരണം എന്താ അറിയോ, ഇപ്പൊ നമുക്കൊരു തലവേദന പല്ലുവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ അയ്യോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അയ്യോ തലവേദന അത് കഴിച്ച് മാറ്റണം, അങ്ങനെയല്ല. ആ സമയത്ത് നമ്മുടെ മനസ്സിൽ അങ്ങനെയല്ല ഉണ്ടാവുക. ആ ഒരു വേദനയല്ല, ഒരു സന്തോഷം. എന്റെ കുട്ടി ഇതാ അവിടെ കിടന്ന് അനങ്ങുന്നു, അവൻ കാലെടുക്കിയതാണോ കൈ അനക്കിയതാണോ, അമ്മ ഇവിടെ അനങ്ങി അവിടെ അനങ്ങി നമ്മൾ പോയിട്ട് പറയും. അപ്പോ അവര് അതൊക്കെ അങ്ങനെ ഉണ്ടാവും. ഇത്ര മാസമായില്ലേ, അച്ഛൻ വന്നിട്ട് വൈകിട്ട് ചെവി വെച്ചിട്ട് എന്തെങ്കിലും കേൾക്കണ്ടോ, ശബ്ദം കേൾക്കണ്ടോ അല്ലേ, അങ്ങനെയുള്ളൊരു അത് ഒരു സ്ത്രീക്ക് മാത്രം കിട്ടുന്ന ഒരു മഹാഭാഗ്യം, പുണ്യം, പുണ്യാണ്. അപ്പൊ
അതെല്ലാം അറിഞ്ഞ് അവസാനം ആ പ്രസവ വേദന അനുഭവിക്കുമ്പോൾ അത്രത്തോളം വേദന അനുഭവിച്ച് നമുക്കതൊരു എന്താ പറയുക, ഒരു ജീവിതത്തിൽ ഇത്രയും വേദന ഉണ്ടായിരുന്നോ എന്ന് തോന്നിപ്പോകുന്ന നിമിഷമാണ്. അത് കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ കരച്ചിലങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അനുഭവിച്ച വേദനകൾ മുഴുവൻ മറന്നു. എന്നിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ചിന്ത എന്താ അറിയോ, ഞാൻ പറഞ്ഞു തരട്ടെ. കുട്ടിക്ക് കാഴ്ച ശരിക്കുണ്ടോ, കൈയും കാലുള്ള സാധനം തന്നെ ഉണ്ടോ? നമ്മൾ ഓർക്കും. എങ്ങനെ അറിയോ, എൻ്റെ കുട്ടി അങ്ങനെ ഉണ്ടാവണോ ഇങ്ങനെ ഉണ്ടാവണോ, എൻ്റെ കുട്ടിയുടെ കയ്യിലോ കാലിലോ ഒന്നിനും ഒരു ഇതും വരരുത്, അതുപോലെ നല്ല ഭംഗിയുള്ള കുട്ടി ഉണ്ടാവണം, അങ്ങനെ എല്ലാ ആഗ്രഹങ്ങളും. ചെവി കേൾക്കുന്നുണ്ടോ, ശബ്ദമുണ്ടോ? പിന്നെ ജനിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ കുട്ടീനെ നോക്കുമ്പോൾ ആ കുട്ടിയുടെ സന്തോഷമില്ലേ, ഇത്ര വേദന അനുഭവിച്ചു എന്നുള്ളത് നമുക്ക് ആ വേദന എന്താന്ന് തന്നെ മറന്നു പോവുകയാണ്. പിന്നീട് ആ വേദന നമുക്ക് അനുഭവത്തിരിഞ്ഞ് അറിയാൻ പറ്റില്ല. ഇപ്പോൾ ഇത്രയും കഴിഞ്ഞിട്ട് ഇത്ര വർഷം കഴിഞ്ഞിട്ട് എന്നോട് പ്രസവ വേദന എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ പറയുക, അത് അപ്പം മറന്നു. ഈ സന്തോഷത്തിന് നമ്മൾ അതൊക്കെ മറക്കും. അങ്ങനെ ആ കുട്ടിയെ കണ്ടു. പിന്നെ ആ കുട്ടിയുടെ ചിരിയും കളി, അതിനെ കണ്ണെഴുതാനും പൊട്ടുതൊടിക്കാനും, അതിനുള്ള ഡ്രസ്സ്, അതിനുള്ള ആഭരണങ്ങളിലും ഒരുങ്ങിക്കലും, അങ്ങനെ എല്ലാം കൊണ്ട് നമ്മൾ ഏതോ ഒരു ലോകത്താണ്. അപ്പം എന്താ അറിയോ, നമ്മുടെ മനസ്സിൽ ഈ മക്കള് എന്നുള്ളൊരു ബന്ധമല്ലേ, ഈ വയറ്റിൽ തന്നെ നമ്മൾ അതിൽ ഉൾക്കൊണ്ട് ആ മക്കളാണ് നമ്മുടെ എല്ലാം എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിലേക്ക് വരികയാണത്. വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അവസാനം വരെ ആ മക്കളായിരിക്കും നമുക്കെല്ലാം. അതാണ് ഈ അമ്മയ്ക്ക് മക്കളോട് ഇത്രത്തോളം സ്നേഹവും കരുതലും. ഇനി മക്കൾ എന്തൊക്കെ ചെയ്താലും എന്തു പറഞ്ഞാലും, ഇനി മക്കൾ അമ്മയെ തല്ലുകൂടി ചെയ്താൽ പോലും ആ മക്കളെ അവർക്ക് വെറുക്കാൻ പറ്റില്ല. കാരണം എന്താ പറയുക, അവർ ആ വയറ്റിലിട്ടിട്ട് അവർ എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആ കുട്ടിയുടെ എന്തെല്ലാം വയറ്റിൽ കിടക്കുന്ന സമയത്ത് അനുഭവിച്ച വേദനകൾ എല്ലാം അതെല്ലാം സഹിച്ച് അവരെ ജന്മം കൊടുത്ത് പിന്നെ ചെറുപ്പം അവർക്ക് വെറുക്കാൻ പറ്റുക. അവരുടെ മനസ്സിലൊരു ചെറിയ വെറുപ്പോര് വന്നാൽ തന്നെ, എന്തെങ്കിലും ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിൽ പറയും, അയ്യോ ദേഷ്യപ്പെട്ട് ഞാൻ എൻ്റെ മകനെ അങ്ങനെ പറഞ്ഞു, ഭഗവാനെ എൻ്റെ മകനെ രക്ഷിക്കണേ, എൻ്റെ മകളെ രക്ഷിക്കണേ, അവൾക്കൊരു ആപത്തും വരുത്തരുത്, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാനെ അത് ക്ഷമിക്കണേ, അങ്ങനെ പറയും ഒരമ്മ. പെട്ടെന്ന് എന്തെങ്കിലും ദേഷ്യത്തിൽ പറഞ്ഞാൽ പോലും അത്രത്തോളം മക്കളെ കരുതലാണ് അവർക്ക്. ആ മക്കളോടുള്ള സ്നേഹം എത്രയാണെന്ന് ചിലപ്പോൾ മക്കൾക്ക് അറിയില്ലായിരിക്കാം. പക്ഷെ എത്ര ഇനി വെറുക്കപ്പെട്ട മക്കളാണെങ്കിലും, ഇനി മക്കളെ അമ്മമാരെ കൊണ്ട് അനാഥാശ്രമത്തിലാക്കട്ടെ, എവിടെ വേണേലാക്കട്ടെ, പക്ഷെ മക്കള് ഒരു ചെറിയ വേദന എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് ആ മനസ്സുരുവും. അവൻ്റെ എന്തോ സാഹചര്യം കൊണ്ട്, അല്ലെങ്കിൽ അവളുടെ സാഹചര്യം കൊണ്ടായി. അത് എന്താന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം എന്നൊരു തോന്നലുണ്ട്. അതേപോലെ ലോകത്ത് ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഞാൻ ജന്മം കൊടുത്ത് എന്നിൽ നിന്ന് ഉണ്ടായതാണ് അങ്ങനെയുള്ള ഒരു അഹങ്കാരം കൂടി ഉണ്ട്. എൻ്റെ ശരീരത്തിന്റെ കണ്ണും മൂക്കും പോലെ തന്നെ ഒരു ഭാഗം ഭാവങ്ങളെല്ലാം കൊടുത്തത് എന്നിൽ നിന്നാണ് എന്നുള്ള സൃഷ്ടികർത്തലാണ് തോന്നലും കൂടിയാണ് ഒരു അമ്മയ്ക്ക്. അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്ക് മക്കളോടുള്ളൊരു കരുതലും സ്നേഹവും ലോകത്തിന് ഏത് ബന്ധത്തിലും കിട്ടില്ല. അത് വെറും തോന്നൽ മാത്രമാണ്. എന്തറിയോ, അമ്മയെക്കാളും വലുതായിട്ട് എന്തോ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും അതൊരിക്കലും ഈ ലോകത്ത് ഈ പ്രപഞ്ചമുള്ള കാലത്തോളം അമ്മയെക്കാളും വലുതായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനിയിപ്പോൾ മക്കളല്ലേ, എൻ്റെ അമ്മ അങ്ങനെയാണ്, എൻ്റെ അമ്മ എന്നെ ചീത്ത പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് എന്നെ സ്നേഹമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞാലും കൂടി അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ അമ്മ തന്നെയാണ് എൻ്റെ എല്ലാം, അമ്മയാണ് എൻ്റെ സ്വന്തം, അമ്മയാണ് എൻ്റെ എന്നുള്ളത് ഇല്ലാത്ത ഒരു മക്കളും. അഥവാ ചില ദുഷ്ട മനസ്സിൽ അങ്ങനെ വല്ല ചിന്ത വന്നാലും അമ്മയ്ക്ക് ശേഷമെങ്കിലും അമ്മേനെ പറ്റി ഒന്ന് ഓർത്തിരിക്കും. അത് സത്യമാണ്. അമ്മേനെ ഓർക്കാണ്ട് ഈ ജീവൻ വിട്ടു പോവാൻ, ജന്മം വിട്ട് പോകാനേ പറ്റില്ല. അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. അത് പറയട്ടെ. അതെന്താന്ന് പറഞ്ഞാൽ, ഒരു മക്കളെ യഥാർത്ഥമായിട്ട് അവൻ്റെ കുറവുകളും അവൻ്റെ എല്ലാ സ്വഭാവങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരേ ഒരാളുടെ പേരാണ് അമ്മ. കാരണം അവൻ്റെ ഏറ്റവും ചെറുപ്പവും അവൻ്റെ കൗമാരകാലവുമാണ് അവൻ്റെ ഏറ്റവും വികൃതികൾ കാണിക്കുന്ന കാലം, ഏറ്റവും വലിയ തെറ്റുകൾ ചെയ്യുന്ന കാലം. അപ്പോൾ അവൻ്റെ ഏറ്റവും വലിയ തെറ്റുകൾ കണ്ടവളും അമ്മ തന്നെ ആയിരിക്കും, അവൻ്റെ ഏറ്റവും വലിയ കുറുമ്പുകൾ കണ്ടവളും അമ്മ തന്നെ ആയിരിക്കും. അവൻ്റെ സ്വഭാവത്തിൽ വരുന്ന ഓരോ വ്യത്യാസങ്ങൾ അമ്മയ്ക്കറിയും പോലെ ലോകത്താർക്കും അറിയാൻ പറ്റില്ല. അതുപോലെ തന്നെ അമ്മയുടെ നോട്ടത്തിലും നമ്മുടെ ഭാവത്തിലും നമ്മുടെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു മക്കളും ഇല്ല. പക്ഷെ അതറിയില്ല എന്ന് ഭവിക്കുക എന്ന് മാത്രം, ആ ഭാവം അവർ കാണിക്കുന്നു മാത്രം. പക്ഷെ അമ്മയുടെ മുഖത്ത് വരുന്ന ഓരോ ചലനങ്ങളും അമ്മയുടെ ഒരു നോട്ടത്തിലും എൻ്റെ അമ്മ ഇതാ എൻ്റെ ഈ സിറ്റുവേഷൻ മനസ്സിലാക്കിയെന്ന് എല്ലാ മക്കൾക്കും മനസ്സിലാവും. പക്ഷെ അവരത് പറയില്ല എന്ന് മാത്രം. ഇപ്പോൾ ഒരു അമ്മയ്ക്ക് മനസ്സിലാവുന്ന പോലെ
മക്കള് ആർക്കെങ്കിലും മനസ്സിലാവുമോ? ഒരിക്കലും മനസ്സിലാവില്ല. അതെ. അതൊരു തെറ്റിദ്ധാരണയാണ്. അത്രേ ഉള്ളൂ. അപ്പൊ അതുപോലെ ഈ ലോകത്ത് ആർക്കും മനസ്സിലാവില്ല. ഇത് ആയി. ഇനിയിപ്പോ ഇതില് ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം, പിന്നെ കറിവേപ്പില. പക്ഷെ എന്താണെന്നറിയില്ല, അമ്മ ജീവിച്ചിരിക്കുമ്പോഴും ശരി, അമ്മ വയ്യാണ്ട് കിടക്കുമ്പോഴും ശരി, ഇനി ചിലർക്ക് അമ്മ പോയി കഴിഞ്ഞാലും ശരി, ഒരൊറ്റ കാര്യം, സ്വർഗത്തിലോ നരകത്തിലോ എവിടെ ഉണ്ടെങ്കിലും അവിടെയും സമാധാനം കൊടുക്കാണ്ട് അമ്മയാണ് സത്യം തന്നെ മണ്ടയിൽ പോകുന്ന ഒരൊറ്റ അടിയാണ്. വിലമതിക്കാനാവാത്ത ഒന്നേ ഒന്നുള്ളൂ, അത് അമ്മ തന്നെയാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ കറി. ഇതിന്റെ ആയി കണ്ടോ, നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല മണം ഒക്കെ ഉണ്ടാവും. ചോറിന് ഏറ്റവും നല്ലതാണ്. ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സാധനം കൂട്ടിയിട്ട് നമുക്ക് സൈഡ് അച്ചാറുണ്ടെങ്കിലും മതി ഈ കറിക്ക്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതൊരു പ്രത്യേക തരം നമ്മുടെ ഇത് കർണാടകത്തിലെ ഒരു കറിയാണ് കേട്ടോ. അവർ ഈ നമ്മുടെ ഈ കടലിലെ കൂടെ ഇങ്ങനെ വഴുതനങ്ങ അങ്ങനെയൊന്നും കൂടുതൽ ഇടില്ലല്ലോ. കണ്ടിട്ടില്ല, കൂടുതൽ ഇടുകയായിരിക്കും, പക്ഷേ ആരും അങ്ങനെ കൂടുതലുണ്ട്. പക്ഷേ നോർത്ത് ഇന്ത്യയിലും കർണാടകത്തിലും ഒക്കെ ഇതിടും. അപ്പോൾ ഇതാണ് നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ചെറിയൊരു കാര്യം കൂടി പറയാം. ഈ ലോകത്തിൽ ഒരു സ്വർണം കൊണ്ടുപോയിട്ട് ഒരു ഭാഷയാണ് ഒരാൾക്ക് പണയം വയ്ക്കാൻ പറ്റുള്ളൂ. വീണ്ടും വീണ്ടും അത് പണയം വയ്ക്കാൻ പറ്റില്ല. അത് പണയം വയ്ക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് തിരിച്ചെടുത്തില്ലെങ്കിൽ അത് ലേലം പിടിച്ച് പോവുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ സ്വർണ്ണത്തിൻ്റെ കാര്യം. പക്ഷെ എന്നും ജീവിതത്തിൽ പണയം വയ്ക്കുന്ന ഒരു മുതലുണ്ട് ഈ ലോകത്ത്. ആ മുതലിൻ്റെ പേരാണ് അമ്മ. നിങ്ങളുടെ ഓരോ പ്രതിസന്ധികൾക്ക് നിങ്ങൾ കൊണ്ടുപോയിട്ട് വേഗം പണയം വയ്ക്കുക. എന്ന് വെച്ചാൽ തലയെ തൊട്ട് സത്യം ചെയ്യുക. എൻ്റെ അമ്മയാണ് സത്യം, ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ അമ്മയാണ് സത്യം, ഞാൻ ചെയ്തിട്ടുണ്ട്. സത്യത്തിന് നുണയ്ക്കും കൂട്ടുപിടിക്കാൻ ഒരു പണയ വസ്തുവായിട്ട് ഇന്ന് ഈ നിമിഷം വരെ അമ്മേനെ ഉപയോഗിച്ചുകൊണ്ടുണ്ട്. കഴിയുന്നതും അമ്മയായിട്ട് സത്യം എന്നൊരു വാക്ക് ഉപയോഗിക്കരുത്. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം എന്നോട് സീരിയസ് ആയിട്ട് ചോദിച്ചിട്ടൊരു കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കള്ളത്തരം എൻ്റെ അമ്മ എന്ന് പറയാൻ വന്ന അപ്പ പറയും, ഇനി അവനോട് ചോദിക്കേണ്ട, അവൻ പറയുന്നത് സത്യമായിരിക്കും പറയും. കാരണം അതാണ് സത്യം. അതുപോലെ മക്കളോട് അമ്മ ഒരുപാട് കൊഞ്ചിയും കൊഴിഞ്ഞും സംസാരിക്കണമെന്നൊന്നുമില്ല. അമ്മയെ മനസ്സിലാവാണ് എല്ലാ മക്കൾക്കും. അമ്മ ഇപ്പോൾ മിണ്ടാണ്ടിരുന്നാലും എൻ്റെ അമ്മ എന്താണെന്ന് മനസ്സിലാവും. അത് ലോകത്തിൻ്റെ ഒരു സത്യമാണ്. ആ സത്യം പോലെ ഒരു സത്യം വേറൊന്നുമില്ല. പിന്നെ ലോകത്ത് ആദ്യമായി സ്നേഹം നൽകിയവളും അവളുടെ അവസാനം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്നേഹം നൽകാൻ കഴിവുള്ളവളും ഒരമ്മയാണ്. ഇനി എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഈ സ്നേഹമൊക്കെ തിരിച്ചു കൊടുക്കണമെങ്കിൽ ഇനിയൊരു ജന്മത്ത് ഞാൻ അമ്മയുടെ അമ്മയായി ജനിച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മകനായി ജനിച്ചിട്ട് ഞാൻ എന്തെന്നെ ചെയ്താലും അമ്മയ്ക്ക് തുല്യമല്ല എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ എന്തൊക്കെ അമ്മേനെ കളിയാക്കുന്നുണ്ടെങ്കിലോ അതൊക്കെ എൻ്റെ കുസൃതിയുടെ ഒരു ഭാഗമാണ്. ഞാൻ എത്രയൊക്കെ അമ്മേനെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരാളുണ്ടാവണേന്ന് നമുക്ക് തോന്നിപ്പോണ രീതിയിലാണ് ചെയ്യാറുള്ളൂ. ഇനിയൊരു ജന്മം എനിക്കുണ്ടെങ്കിൽ എനിക്ക് അമ്മേനെ പ്രസവിക്കാൻ പറ്റിയാൽ അമ്മ എനിക്ക് തന്ന സ്നേഹം എനിക്ക് അമ്മയ്ക്ക് തിരിച്ചു തരാൻ പറ്റിയാൽ മാത്രമാണ് ഞാൻ അമ്മയ്ക്ക് തുല്യമാവുള്ളൂ. അന്ന് ആ ജന്മത്ത്, അല്ലാണ്ട് ഈ ജന്മത്ത് എന്തെന്നെ കൊണ്ടൊന്ന് നമ്മളൊന്നും പുറത്ത് വെച്ചാലും അമ്മയാണ്, മകൻ മകനാണ്. 10 അടിക്ക് താഴെയാണ് മകനെ നീ. കാരണം എത്രയോ മുകളിലുള്ള മലയ്ക്ക് മുകളിലുള്ളവളാണ് അമ്മ. മാളികപ്പുറത്ത് അമ്മ പറയും പോലെ എത്രയോ താഴെയുള്ള സേവകം മാത്രമാണ് ഓരോ മക്കളും. അത് മകനായാലും മകളായാലും ചിന്തിക്കണം. മകൾ കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നാളെ അവളൊരു അമ്മയാവുമ്പോൾ തീർച്ചയായിട്ടും അവൾക്ക് ഇത് തന്നെ അനുഭവത്തിൽ വരും. അപ്പം മകൻ അത് ചിന്തിക്കുക വേണം. എത്രയോ പടികൾക്ക് താഴെ നിൽക്കുന്ന ഒരു ഭക്തൻ മാത്രമാണ്. അമ്മയാവാൻ നീ ഇനിയൊരു ജന്മത്തിൽ ഒരു പെണ്ണായി ജനിച്ച് ഒരു സ്ത്രീയായി മാറി ഒരു ഗർഭപാത്രം ധരിച്ച് പ്രസവവേദന മനസ്സിലാക്കി നിന്റെ മകൻ കാണിക്കുന്ന വികൃതികളും കുസൃതികളും തെമ്മാടിത്തരങ്ങളും സഹിച്ച് അവനെ മനുഷ്യനാക്കി മാറ്റി മറ്റൊരു പെണ്ണിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് അതിനുശേഷം നിങ്ങൾ ഭാര്യ ഭർത്താവും കൂടി തലക്കടിച്ച് സത്യം ചെയ്യുമ്പോൾ അപ്പം നിനക്ക് മനസ്സിലാവും പണയ വസ്തുവായി മാറുന്നത് എത്ര ബുദ്ധിമുട്ടാണെന്നുള്ളത്. ആ അമ്മയാണ് സത്യം പറഞ്ഞ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അതിൻ്റെ ഒപ്പം അവർ അമ്മയാകുമ്പോൾ മനസ്സിലായിക്കോളും, ഓ ഇതാണല്ലോ അമ്മ, മനസ്സിലാക്കും. അപ്പൊ ഇന്നത്തെ കറി എനിക്കും ഇഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇന്ന് അമ്മയായി നിൽക്കുന്നവര്, നാളെ അമ്മയാവാൻ പോകുന്നവര് എല്ലാ അമ്മമാർക്കും ഞാൻ ആദ്യം ബൈ പറയട്ടെ. ബൈ.